കേരള ഹൗസിൽ കളി കാണാനെത്തിയ കായിക മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എം പി രാജേഷ് എം പിയും അടക്കം മിക്കവരും അർജന്റീനക്കാരായിരുന്നു. എൻ കെ പ്രേമചന്ദ്രൻ എം പിയും ആന്റോ ആന്റണി എം പിയും ജർമ്മനിക്കൊപ്പം. ജയിക്കുന്നവർക്കൊപ്പമാണ് ശ്രീമതി ടീച്ചർ. കളി പകുതി എത്തിയപ്പോൾ അർജന്റീനയെക്കുറിച്ച് രാജേഷ് എം പിക്ക് 100 നാവാണ്. ഹാഫ് ടൈം വരെ കണ്ട അർജന്റീന ഇതുവരെ കളിച്ചതിൽ ഏറ്റവും മികച്ച കളിയാണ് പുറത്തെടുത്തിട്ടുള്ളത്. മാത്രമല്ല ബ്രസീലിനെതിരെ കളിച്ച ജർമ്മനിയുടെ ഒരു പ്രകടനമല്ല ഇന്ന് കാണാൻ കഴിഞ്ഞത്. ഓരോ തവണ ജർമ്മനി പന്തുമായി പോസ്റ്റിലേക്ക് എത്തുമ്പോൾ ആവേശം കൊണ്ട് പ്രേമചന്ദ്രൻ എം പി കസേരയിൽ നിന്ന് പലപ്പോഴും ചാടി എണീറ്റു. അധിക സമയത്തേക്ക് നീണ്ട കളിക്കൊടുവിൽ ജർമ്മനിക്ക് ജയം. ആവേശത്തോടെ എം പിമാരും മാധ്യമപ്രവർത്തകരും. മെസ്സിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പെട്ട പ്രത്യാക്രമണങ്ങൾ നടന്നു എന്നതൊഴിച്ചാൽ കളിയുടെ പൂർണ്ണ നിയന്ത്രണം ജർമ്മനിയുടേതായിരുന്നു. തികച്ചും അർഹതപ്പെട്ട വിജയമാണ് ജർമ്മനിക്ക് ലഭിച്ചത്. തോറ്റ ടീമിന്റെ ആരാധകരെ കളിയാക്കിയും ജർമ്മനിക്ക് ജയ് വിളിച്ചും കാൽപന്ത് കളിക്ക് പര്യവസാനം. KUWJയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി മാധ്യമപ്രവർത്തകർ ആവേശം നിറച്ചു. വീറും വാശിയുമായി ആവേശത്തിലായിരുന്നു ഡൽഹിയിലെ ലോകകപ്പ് ഫൈനൽ മത്സരാഘോഷം. ഡൽഹിയിലെ കേരള ഹൗസിൽ നിന്നും ക്യാമറമാൻ സനോജ് കുമാർ വേപ്പൂരിനൊപ്പം ലിജോ വർഗീസ്.